പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകൾക്കുള്ള ഒരു സന്ദേശം എന്ന നിലയ്ക്ക് കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടതെന്നാണ് സൈന്യം അറിയിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മളൊക്കെ മനസ്സിലാക്കുന്ന പ്രകാരം ഇന്ത്യൻ സൈന്യം നീതി നടപ്പാക്കപ്പെട്ടു എന്നാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പൂർണ്ണ തോതിലുള്ള നീണ്ടു നിൽക്കുന്ന യുദ്ധം പാകിസ്ഥാനുമായി തുടങ്ങി വെച്ചു എന്ന മട്ടിലല്ല ഇന്ത്യ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത്. അതേസമയം പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം നടത്തിയിട്ടുള്ള നിയന്ത്രിതമായ ആക്രമണമെന്നാണ് സൈന്യം അറിയിക്കുന്നത്. അതിനപ്പുറം പാകിസ്ഥാനുമായി നീണ്ട യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അതേസമയം പാകിസ്ഥാൻ ഏതെങ്കിലും നിലയ്ക്കുള്ള പ്രത്യാക്രമണത്തിന് മുതിരുകയാണെങ്കിൽ സർവ്വസജ്ജമാണ് ഇന്ത്യൻ സംവിധാനങ്ങളെല്ലാം എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പട്ടാള ക്യാമ്പുകളെല്ലാം പട്ടാള ക്യാമ്പുകളെല്ലാം സജ്ജമാണ്. വിമാനത്താവളങ്ങൾ ഒഴിപ്പിക്കുന്നു. രാജ്യത്ത് എല്ലായിടത്തും ഇന്ന് മോക്ക് ഡ്രില്ലുകൾ നടത്താനുള്ള നിർദ്ദേശം ഓൾറെഡി കൊടുത്തു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ അതിർത്തിയിൽ കാര്യമായ ഷെല്ലിംഗ് നടത്തുന്നുണ്ട്. അത് 3 പേരുടെ മരണത്തിനിടയാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും സാഹചര്യം എല്ലാം അണ്ടർ കൺട്രോളാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആശങ്കാജനകമായ സാഹചര്യമില്ല എന്നാണ് ഫോഴ്സസ് എല്ലാം അറിയിക്കുകയും ചെയ്യുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെ പൂർണ്ണമായിട്ടും ഇന്ത്യ തള്ളിക്കളയുകയും ചെയ്യുന്നു. പലതും വ്യാജമായ ചിത്രങ്ങൾ, വ്യാജമായ വിഷ്വൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയെന്ന മട്ടിലുള്ള പ്രചരണം പാകിസ്ഥാൻ ട്വിറ്റർ ഹാൻഡിലുകളിലും മറ്റും നടത്തുന്നത്. ഇവയൊന്നും തന്നെ സ്ഥിരീകരിക്കാൻ ഏതെങ്കിലും ഓതന്റിക് ആയിട്ടുള്ള ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി നമ്മൾ എടുത്തു കാണേണ്ട കാര്യവുമാണ്. ഇന്നലെ രാത്രിയാണ് 8 കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയത്. ഗുൽപൂരിൽ, ബിംബറിൽ, സിയാൽകോട്ട്, മുസാഫറാബാദ്, കോട്ട്ലി, ചാക്കമ്മറു, മുറിഡ്കെ ആൻഡ് ബവൽപൂർ. ഈ മുറിഡ്കയും ബവൽപൂരും വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടെയാണ് ഭീകര കേന്ദ്രങ്ങൾ, ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മസൂദ് അസർ അടക്കമുള്ള ആളുകളുടെ പരിശീലന കേന്ദ്രങ്ങൾ, പാഠശാലകൾ പ്രവർത്തിക്കുന്നത് അവിടെയാണെന്നാണ് ഇന്ത്യ അറിയിക്കുന്നത്. ആ കേന്ദ്രങ്ങൾ തകർത്തു. 70 ഭീകരവാദികളെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് ഇന്ത്യ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അല്പസമയത്തിനകം രാജ്നാഥ് സിംഗ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ, അതിന്റെ ടാർഗറ്റ്സ് എന്തൊക്കെയായിരുന്നു, അവിടെ എന്തുമാത്രം ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു യുദ്ധ സ്വഭാവത്തിലേക്കൊന്നും അല്ലെങ്കിൽ ഒരു പരസ്പര യുദ്ധ സ്വഭാവത്തിലേക്കൊന്നും ഇത് മാറുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ കാണേണ്ട കാര്യം. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണത്തിൻ്റെ സാധ്യതകളില്ല. പാകിസ്ഥാൻ ഈ ഒരു യുദ്ധത്തിലേക്ക് ഇതിനെ വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനിലല്ല ഉള്ളതെന്ന് കൂടി നമുക്ക് ഇപ്പോൾ കാണുകയും ചെയ്യാം.